ഹായ് ഫ്രണ്ട്സ്. വാട്ടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ടിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇട്ട സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നൊരു എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ വാട്ടിയിൽ എങ്ങനെ ബ്ലൂ ടിക്ക് വെരിഫിക്കേഷൻ എടുക്കാം. നേരത്തെ അത് ഗ്രീൻ ടിക്ക് വെരിഫിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ അത് ബ്ലൂ ടിക്ക് വെരിഫിക്കേഷനാണ്. എങ്ങനെ ഇത് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഇത് ബ്ലൂ ടിക്ക് വെരിഫിക്കേഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ശരിക്കും അതിൻ്റെ പ്രോൺസും കോൺസും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമതെന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. അതായത് നമ്മളെപ്പോഴും നമുക്കറിയാം ഒരു ടിക്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്ലൂ ടിക്ക് വെരിഫിക്കേഷൻ കാണുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് നോക്കി ഇതൊരു വെരിഫൈഡ് ബിസിനസ് ആണ് എന്നുള്ള രീതിയിൽ അത് ഓൾമോസ്റ്റ് എല്ലാ പ്ലാറ്റ്ഫോംസിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ ഒരു ബ്ലൂ ടിക്ക് അല്ലെങ്കിൽ അവരുടെ ടിക്ക് മാർക്ക് കാണുന്ന സമയത്ത് നമുക്ക് അവിടെ കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് ബിൽഡ് ആവുന്നുണ്ട്. സോ ഇത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഗൂഗിൾ സെർച്ചിലും ഇതിലൊക്കെ നമ്മുടെ വിസിബിലിറ്റി നമുക്ക് കുറച്ചും കൂടി ഇൻക്രീസ് ആവും എന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ. ഇത് രണ്ടാമത് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് നമുക്ക് ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ എടുക്കുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് അപ്ലിക്കേഷൻ പ്രോസസ്സ്. അതായത് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ചൊരു സ്ട്രിക്റ്റ് ആണ്. മാത്രമല്ല നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. മേ ബി നമുക്ക് റിജക്റ്റഡ് ആവാം. ഓക്കെ. അപ്പോൾ റിജക്റ്റഡ് ആകുമ്പോൾ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു ഫ്രസ്ട്രേറ്റ് ആവുന്നൊരു കാര്യമാണത്. കാരണം ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് അപ്ലിക്കേഷൻ പ്രോസസ്സ് ഡിസൈഡ് ചെയ്യുന്നത് കൊടുക്കണോ വേണ്ടിയോ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന എല്ലാം മെറ്റയാണ്. സോ അവിടെ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വൺസ് നമ്മൾ ഇവരെ ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ കിട്ടിയെന്ന് വരിക കിട്ടിയാൽ തന്നെ നമ്മൾ വാട്സപ്പിൻ്റെ എല്ലാ ഗൈഡ് ലൈനും നമ്മൾ ഒബേ ചെയ്ത് കൊണ്ടുപോയി വേണം. കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കിട്ടിയ ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ നമുക്ക് അതേപോലെ നമുക്ക് നഷ്ടമാകുന്ന ഒരു കേസ് വരാറുണ്ട്. ഓക്കെ. അപ്പം ആ വാട്സപ്പിൻ്റെ എല്ലാ പോളിസി ഗൈഡ് ലൈൻസും നമ്മൾ ഒബേ ചെയ്യണം എന്നുള്ളൊരു കാര്യം അതിൽ വരുന്നുണ്ട്. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ വരുമ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് വർത്ത് വരുന്നുണ്ട്. ഓക്കെ. കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ജെനുവിൻ ബിസിനസ് ആണെന്നുള്ള രീതിയിൽ വരുന്നത്. സോ ഇങ്ങനത്തെ ബിസിനസ്സുകളുടെ അക്കൗണ്ടുകളെ കൂടുതലും ഈ ഹാക്കേഴ്സും സ്പാമേഴ്സും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വൺസ് വെരിഫൈ ബാഡ്ജ് കിട്ടി കഴിഞ്ഞാലും നമ്മൾ ആ അക്കൗണ്ടിൻ്റെ സെക്യൂരിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ. അതിൻ്റെ പാസ്വേഡ് ആണെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ സെക്യൂരിറ്റി കംപ്ലീറ്റ്ലി നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് എന്തൊക്കെ കണ്ടീഷൻസ്. അതായത് നമുക്കറിയാം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിന് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് വാട്ടിയാണെങ്കിലും അല്ലെങ്കിൽ മെറ്റയാണെന്നുണ്ടെങ്കിലും കുറേ കണ്ടീഷൻസ് പറയുന്നത് ഇന്ന കണ്ടീഷൻസ് ഒബേ ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് മാത്രമേ ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ കിട്ടൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിലെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമുക്ക് ഒന്നാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടയറിലേക്ക് അതായത് നിങ്ങളിപ്പോൾ വാട്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിൽ നമുക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ലിമിറ്റ് വരുന്നു. ഡെയിലി നിങ്ങൾക്ക് മാക്സിമം ഇത്ര മെസ്സേജുകളെ അയക്കാൻ പറ്റും, ടെംപ്ലേറ്റ് മെസ്സേജുകളെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ശരിയല്ല? സോ ഇതിൽ ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് നമുക്ക് പെർ ഡേ 1000 ആണ്. സെക്കൻഡ് ടയർ എന്ന് പറഞ്ഞാൽ പെർ ഡേ 10,000 മെസ്സേജസ് അയക്കാം എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ടയറിന്ന് സെക്കൻഡ് ടയറിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ സെക്കൻഡ് ടയറോ അതിന് മുകളിലേക്കോ നിങ്ങളുടെ ലിമിറ്റ് അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ് അവർ പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ബിസിനസ് പ്രൊഫൈൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മാനേജർ വെരിഫൈഡ് ആയിരിക്കണം. നമുക്ക് ഈ അടുത്തൊരു റീസെൻ്റ്ലി ഒരു വാട്ടിയുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. വാട്ടി എടുക്കാൻ നമുക്ക് ബിസിനസ് പ്രൊഫൈൽ വെരിഫൈഡ് ആയണം അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി അല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ അതായത് നിങ്ങൾ വാട്ടി കണക്ട് ചെയ്ത ബിസിനസ് പോർട്ട്ഫോളിയോ ഏതാണോ അത് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ബിസിനസ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടാവണം. വാട്ടി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മിക്കവാറും നമ്മളോട് അത് ഡിഫോൾട്ട് ആയിട്ട് ചോദിക്കും നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യണമെന്ന്. സോ ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഓക്കെ. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ന്യൂസ് മീഡിയാസിലൊക്കെ നമ്മളെക്കുറിച്ചുള്ള വാർത്ത നമ്മളെ ബിസിനസ്സിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ടാവണം. അത് പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ ആവാൻ പാടില്ല. ഓർഗാനിക് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കണം വന്നിട്ടുണ്ടാവേണ്ടത്. ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സ് ടൈംസ്, പിന്നെ ഇന്ത്യ ടുഡേ, വാൾ സ്ട്രീറ്റ് ജേർണൽ ഇതുപോലെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂസ് മീഡിയാസിൽ നമ്മളെ
കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാവണം. ഓക്കെ ഓക്കെ ഇങ്ങനത്തെ മിനിമം 5 ലിങ്കുകളെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾ ഈ ലിങ്കുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ അഞ്ചാമത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ വാട്ടി അക്കൗണ്ട് ഒരു ബിസിനസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം, ഒരിക്കലും ഇൻഡിവിജ്വൽസ് ആവരുത്. ഇൻഡിവിജ്വൽസിന് ഇത് എലിജിബിൾ അല്ല, ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ കിട്ടില്ല. ബിസിനസ് റെപ്യൂട്ടഡ് ബിസിനസ് ആയിരിക്കണം. ഓക്കെ ആറാമത്തതെന്ന് പറയുന്നത് നമ്മളെ ഡിസ്പ്ലേ നെയിം. വാട്ടിയിൽ നമ്മൾ ഒരു ഡിസ്പ്ലേ നെയിം കൊടുക്കും. വാട്ടീൻ്റെ ഓൺബോർഡിങ് ടൈമിൽ ഇതാണ് വാട്സപ്പിൽ നമുക്ക് അല്ലെങ്കിൽ ആ വാട്ടി അക്കൗണ്ടിൽ നമ്മുടെ ബിസിനസ്സിന്റെ പേര് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡിസ്പ്ലേ നെയിം കൊടുക്കും. ഈ ഡിസ്പ്ലേ നെയിം നമുക്ക് അതിൽ അപ്രൂവ് ആയിട്ടുണ്ടാവും. സോ ഇത്രയാണ് ഇവരൊരു കണ്ടീഷൻസ് പറയുന്നത്. ഈ 6 കണ്ടീഷൻസ് ഓക്കെ ആയിരിക്കണം. ഈ 6 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ എലിജിബിൾ ആവാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ ഇത്രയും കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഓക്കെ ആക്കി നമ്മൾ സബ്മിറ്റും ചെയ്തു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മേ ബി നമ്മൾ റിജക്റ്റഡ് ആവും. ഇൻ കേസ് റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരും. ശരിയല്ല, നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും, ഇൻ കേസ് ഞാൻ അപ്ലൈ ചെയ്തു, ഇത് റിജക്റ്റ് ആയി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കോമൺലി വരാൻ ചാൻസ് ഉണ്ടാകും. സോ റിജക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് ഇവിടെ യു ക്യാൻ reapply for green tick badge verification after 30 days if your application get denied. അതായത് നമ്മൾ വൺസ് ഗ്രീൻ ടിക്കിന് അപ്ലൈ ചെയ്തു, റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ആഫ്റ്റർ 30 days 30 ദിവസത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റിജക്ഷനുള്ള റീസൺ അതെന്താണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മെറ്റ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഇഷ്യൂ നിങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ മൂന്നാമത് നിങ്ങളുടെ മീഡിയ കവറേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഓൺലൈൻ മീഡിയാസിലൊക്കെ നമ്മളെ കുറിച്ചുള്ള ന്യൂസ് വന്നിട്ടുണ്ടാകും. സോ ഇത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുക, കുറച്ചും കൂടി അധികം ന്യൂസ് മീഡിയാസിലൊക്കെ നിങ്ങളെ കുറിച്ചുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി നിങ്ങൾ മീഡിയ കവറേജ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനീഷ്യേറ്റ് മോർ വാട്സപ്പ് കോൺവെർസേഷൻ, അതായത് കൂടുതൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്ന വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ അഞ്ചാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഇതിൻ്റെ വിഡ്ജറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അതായത് വാട്ടിയുടെ ആ ഒരു വാട്സപ്പ് ഐക്കൺ നിങ്ങളെ വെബ്സൈറ്റ് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന ആൾക്കാർ നിങ്ങളുടെ ആ ഒരു വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യും, നേരെ നിങ്ങളെ വാട്ടിയിലേക്ക് കണക്ട് ആവുകയും ചെയ്യും. സോ അവിടെ നിങ്ങളുടെ കോൺവെർസേഷൻസ് ഇൻക്രീസ് ആവും. ഓക്കെ ആറാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ കോൺടാക്ട് സപ്പോർട്ട് ഉണ്ട്. ഓക്കെ ആ സപ്പോർട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളും ഇതിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് സംസാരിച്ച് നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ഏഴാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്ടിയുടെ അല്ലെങ്കിൽ മെറ്റയുടെ വാട്സപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോളിസീസും ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ പിന്നെ എട്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിൻ്റെ എന്താ പറയുക, നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിംഗ് ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റാക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 30 ദിവസത്തിന് ശേഷം വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി എല്ലാ ബിസിനസ്സിനും നമുക്ക് വാട്ടി കിട്ടുമോ? കിട്ടത്തില്ല. എല്ലാ ബിസിനസ്സിനും നമുക്ക് വാട്സപ്പ് ക്ലൗഡ് API അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വാട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടി അല്ലെങ്കിൽ ഇതേവരെ വാട്സപ്പ് ക്ലൗഡ് API വാട്സപ്പ് ഓട്ടോമേഷൻ കേൾക്കുമ്പോൾ നേരെ പോയിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് കാണാറുണ്ട്. പലരും ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. എന്തൊക്കെ ബിസിനസ്സിന് നമുക്ക് വാട്ടി യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തൊക്കെ ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ അതിൽ ഒന്നാമത്തെ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് പറ്റില്ല, ടൊബാക്കോ ഐറ്റംസ് പറ്റില്ല, ഗാംബ്ലിംഗ് ബിസിനസ്സിന് പറ്റത്തില്ല, ആൽക്കഹോൾ ബ്രാൻഡ്സിന് പറ്റത്തില്ല, വെപ്പൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിന് പറ്റില്ല, ലൈവ് എനിമൽസിന്റെ സെല്ലിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് വാട്ടി അപ്രൂവ്ഡ് ആയി കിട്ടില്ല. അഡൽട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസസിന് കിട്ടത്തില്ല, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സിന് കിട്ടത്തില്ല,
ഡേറ്റിംഗ് സർവീസസ്. ഈ ഡേറ്റിംഗ് സർവീസസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഡേറ്റിംഗ് മാത്രമല്ല, ഈ ഡേറ്റിംഗ് സർവീസസ് തന്നെയാണ് നമ്മുടെ മാട്രിമോണി സൈറ്റുകളൊക്കെ ആ ഒരു കാറ്റഗറിയുടെ ഉള്ളിൽ വരുന്നത്. സോ മാട്രിമോണി സൈറ്റുകൾക്ക് നമുക്ക് ഈ ഒരു വാട്സപ്പ് ക്ലൗഡ് API അപ്രൂവ് ആയി കിട്ടത്തില്ല. പിന്നെ വരുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിനും നമുക്ക് വാട്ടി അപ്രൂവ് ആയി കിട്ടില്ല. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ മൈൻഡിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ വാട്സപ്പിന്റെ ബ്ലൂടിക്ക് വെരിഫിക്കേഷൻ ത്രൂ വാട്ടി നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.